സ്വാഭാവികമായിട്ടും ഇവിടെ രാഷ്ട്രീയമായ ഇടപെടൽ പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ട് വരുന്ന കാര്യമാണ്. എക്സലോജിക്ക് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ആ കേസ് തന്നെ നൽകിയിട്ടുള്ള ഷോൺ ജോർജിന് BJP അംഗത്വം നൽകിയിരിക്കുകയാണ്. BJPയുടെ ഭാഗമായിട്ട് ഈ കാര്യം കോടതിയിൽ വരുമ്പോൾ തന്നെ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ദുർബലപ്പെടുത്താനുള്ള സംഘപരിവാറിന്റെ നിലപാടിന്റെ ഭാഗമായാണ് ഇത്തരമൊരു കാര്യം വന്നിട്ടുള്ളത് എന്ന് അന്നേ ഞാൻ പറഞ്ഞതാണ്. എക്സലോജിക്ക് പ്രശ്നം യഥാർത്ഥത്തിൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിൽ നിന്ന് പിണറായി വിജയനെ കുറച്ചാൽ പിന്നില്ല. ഗുരുതരമായ ആരോപണമാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും സംബന്ധിച്ച് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി സത്യത്തിൽ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കാരണം ഒരു വളരെ പ്രധാനപ്പെട്ട അന്വേഷണം അദ്ദേഹത്തിനെതിരായി നടക്കുകയാണ്. ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒളിച്ചോടുകയാണ് ഉണ്ടായത്. നിയമസഭയിൽ പോലും ഇന്ന് വന്നില്ല. മാത്രമല്ല ഭരണകക്ഷി അംഗങ്ങൾ പ്രകോപിതരായി ഈ വിഷയം അവതരിപ്പിക്കാതിരിക്കാൻ മനഃപൂർവ്വമായിട്ടാണ് അവരാണ് ബഹളം ഉണ്ടാക്കിയത്. സർക്കാർ പങ്കാളിത്തമുള്ള സർക്കാർ കമ്പനി ആദ്യമായിട്ടായിരിക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അണ്ടറിൽ വരുന്നത്. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാരിന് ഒളിഞ്ഞു മാറാൻ കഴിയില്ല. എന്നാൽ ആ ചർച്ചയെ സർക്കാരും മുഖ്യമന്ത്രിയും ഭയപ്പെടുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവര് വളരെ കരുതലോടുകൂടി ഈ വിഷയം ഉന്നയിക്കുന്നതിന് സർക്കാരും മുഖ്യമന്ത്രിയും ഭയപ്പെടുന്നതുകൊണ്ടാണ് ഇന്ന് സ്പീക്കർ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി, താൽപര്യങ്ങൾക്ക് വഴങ്ങി പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ ഹനിക്കുകയാണ് ചെയ്തത്. നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. കാണേണ്ട കാര്യം എന്താണെന്നറിയോ? മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ, അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കവും ഉണ്ടാവില്ല. ഒന്നും എന്നെ യേശില്ല. യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. എക്സാലോജിക്ക് മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പെൻഷൻ പണം കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കമ്പനിയോ? അതല്ല ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉയർത്തിയതുപോലെ കൊള്ളയടിക്കുന്ന PV ആൻഡ് കമ്പനിയോ? ഒടുവിലൊരു സർക്കാർ കമ്പനി തന്നെ സീരിയസ് ഫ്രോഡ് അന്വേഷണത്തിന്റെ നിഴലിൽ വരുന്നു. വ്യവസായ വകുപ്പിന് കീഴിലെ KSIDC മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കമ്പനി ഇടപാടിൽ ചോദ്യമുനയിലാകുന്നു. കരിമണൽ കമ്പനിയിൽ മുഖ്യമന്ത്രിക്ക് പരോക്ഷ നിയന്ത്രണമെന്ന കമ്പനി രജിസ്ട്രാറുടെ റിപ്പോർട്ടും കടന്ന് SFIOയിലേക്ക് അന്വേഷണം എത്തിയത് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യാനുള്ള പ്രതിപക്ഷ ആവശ്യം സ്പീക്കർ തള്ളിയത് കോടതിയുടെ പരിഗണനയിലെന്ന് സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയെ കൊണ്ട് കാര്യസാധ്യത്തിനു വേണ്ടി മകൾക്ക് പണം നൽകിയെന്ന ആരോപണം സഭയിൽ ചർച്ചയ്ക്കെടുക്കാൻ എന്താണ് ഭരണപക്ഷത്തിന് മടി? നിയമസഭയിൽ വരാതെ CPM സെക്രട്ടേറിയറ്റിലെത്തിയ മുഖ്യമന്ത്രി ഒളിച്ചോടുകയായിരുന്നുവെന്ന പ്രതിപക്ഷാരോപണം ശരിയോ? എല്ലാം രാഷ്ട്രീയമെന്ന പ്രതിരോധം തീർത്ത് പാർട്ടി സെറ്റിൽമെന്റ് സാധ്യതയെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ ചോദ്യം ഇതാണ്: ഫ്രോഡ് കളി ആരുടേത്? അതിഥികളായി നമുക്കൊപ്പം അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM-ൽ നിന്നും, BJP-യിൽ നിന്നും PR ശിവശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകനായ N ശ്രീകുമാർ, പരാതിക്കാരനായ ഷോൺ ജോർജിനെ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടിരുന്നു. ഷോൺ ജോർജിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിലാണ് നമ്മളുടെ ചർച്ച ആരംഭിക്കുന്നത്. ഷോൺ ജോർജിനോടുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: പരാതിക്കാരനായ ഷോൺ ജോർജ് ഇപ്പോൾ ജനപക്ഷത്തല്ല, BJP-യിലാണ്. ഇന്നതാണ് CPM ഉയർത്തിക്കാട്ടിയത്. BJP-യിൽ ഷോൺ ജോർജിനെ ചേർത്തതുവഴി ഷോൺ ജോർജ് ആവശ്യപ്പെട്ട ഈ അന്വേഷണം സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള സംഘപരിവാറിന്റെ രാഷ്ട്രീയ താൽപര്യമാണ് എന്നാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറയുന്നത്. പ്രതികരണം എന്താണ് ഷോൺ? ഞാൻ ഈ പരാതി കൊടുക്കുന്നത് 2023 സെപ്റ്റംബർ മാസം 23-ാം തീയതിയാണ്. അതിനുശേഷം കൃത്യമായ എനിക്ക് തൃപ്തികരമായ അന്വേഷണത്തിലേക്ക് നടക്കാതെ വന്ന സാഹചര്യം, അല്ലെങ്കിൽ അതിലേക്ക് എനിക്ക് ഒക്ടോബർ മാസത്തിൽ എനിക്കൊരു റിപ്ലൈ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. താങ്കളുടെ പരാതിയിന്മേൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. പക്ഷേ അതിനൊരു ഒരു സ്പീഡ് കണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡിസംബർ മാസം 13-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഞാൻ റിട്ട് സമർപ്പിച്ച് അതിനുശേഷമുള്ള 2 ആഴ്ചയിൽ വളരെ ഗൗരവമായി തന്നെ ഈ കേസ് മുമ്പോട്ട് പോയി. ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ 210 എൻക്വയറി ഓർഡർ ചെയ്തു. ആ 210 എൻക്വയറി ഓർഡർ ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ അത് പ്രൊഡ്യൂസ് ചെയ്തു. അതിന് ഞാൻ ഒബ്ജക്ഷൻ പറഞ്ഞു. ആ ഒബ്ജക്ഷൻ എനിക്ക് ഫയൽ ചെയ്യാനുള്ള അവസരം കിട്ടി. അതിനുശേഷം ഈ മാസം ജനുവരി മാസം 12-ാം തീയതി കേസ് വീണ്ടും വരികയാണ്. അതിനിടയിലാണ്
ഈ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാരണം ഞാൻ എൻ്റെ IA യിൽ കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നു, സെക്ഷൻ 447 അനുസരിച്ചുള്ള കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ROCയുടെ റിപ്പോർട്ടിലുള്ള സാഹചര്യത്തിൽ SFI അന്വേഷണം മാത്രമേ നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ SFI അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. കമ്പനീസ് ആക്ട് പ്രകാരം മാത്രം നിൽക്കുന്ന കുറ്റമല്ല ഇത്. ഗൗരവമായ കറപ്ഷൻ ഉൾപ്പെടെയുള്ള ഗൗരവമായ കുറ്റങ്ങൾ നിലനിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ SFI അന്വേഷണത്തിന് മാത്രമേ കൃത്യമായി ഈ കാര്യത്തിലേക്ക് എത്താൻ കഴിയൂ എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാണ്. ഞാനൊരു വ്യക്തി മാത്രമല്ല, പൊതുപ്രവർത്തകനല്ല, അതിനപ്പുറത്തൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ മിനിങ്ങാന്ന് ഈ പാർട്ടിയുടെ BJPയുടെ ദേശീയ അധ്യക്ഷനുമായി 10-35ഓളം മിനിറ്റ് കേരളത്തെ സംബന്ധിച്ച് സമഗ്രമായി രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യും. അതിനെ വളരെ അനുഭാവപൂർവ്വം പക്ഷേ ഈ വിഷയത്തിൽ കേൾക്കുകയും ഷോൺ എടുത്ത ഒരു നിലപാടുണ്ടായിരുന്നു. എക്സാലോജിക്ക് CMRL ഇടപാടിൽ ഷോണിന്റെ പരാതി, ഷോൺ തന്നെ ഈ റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയിൽ പറഞ്ഞതുപോലെ PC ജോർജിനെ വേട്ടയാടിയ പിണറായിയോടുള്ള വ്യക്തിവിരോധം തന്നെയാണ് എന്നാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയത്. അപ്പോൾ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതം മാത്രമല്ല, അതൊരു വ്യക്തിവിരോധം കൂടിയായിരുന്നു. തീർച്ചയായിട്ടും ആ പറഞ്ഞതിൽ കുറച്ച് കാര്യമില്ലാതില്ല. ഞാനല്ല എന്ന് പറഞ്ഞാൽ അത് ഞാനൊരു വെറും രാഷ്ട്രീയക്കാരനായി പോവും, രാഷ്ട്രീയക്കാരൻ മാത്രമായി പോവും. അതുകൊണ്ട് തന്നെ ഞാനത് അങ്ങനെ പറയില്ല. പക്ഷെ ഞാനിത് ഫോളോ ചെയ്തു തുടങ്ങി. ഞാൻ കൃത്യമായി പറയാം, ഞാനിത് ഇങ്ങനെ ഒരു ഇൻകം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു വിധി വന്നപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തായ എൻ്റെ അഭിഭാഷകൻ കൂടിയായ ഷിനുമായി ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തു. ആദ്യം നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഷിനു അത് വിശദമായിട്ട് പഠിച്ചു, ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനകത്ത് വിശദമായി പഠിച്ചു. അതിനുശേഷം ഇതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഞാൻ പറഞ്ഞില്ല, ഞാൻ 30ഓളം ഡോക്യുമെൻറ്റ്സ് ഞാൻ എൻ്റെ പരാതിയിൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് നൽകിയിട്ടുണ്ട്. ആ ഡോക്യുമെൻറ്റ്സ് മുഴുവൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. 788 പേജാണ് എൻ്റെ പരാതി. അത് ചുമ്മാ ഉണ്ടാകുന്ന പരാതിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയത്തിൽ പഠിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തോട് ചെയ്ത ദ്രോഹമായിരുന്നെങ്കിൽ ഇത് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാനൊരു ഒത്തിരി റിസ്ക് എടുത്ത് തന്നെയാണ്, ഞാനും എൻ്റെ അഭിഭാഷകനൊക്കെ ഒത്തിരി റിസ്ക് എടുത്ത് തന്നെയാണ്. നിങ്ങൾക്കറിയാം ഞാൻ ആർക്കെതിരെയാണ് ഈ പരാതിയായി പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒത്തിരി റിസ്ക് ഉണ്ടായിരുന്നിട്ടും ഇത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ഈ കൊള്ള ഞാൻ പരാതി കൊടുക്കുന്ന ദിവസവും ഈ കൊള്ള തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നുൾപ്പെടെ കോടാനുകോടി ആയിരക്കണക്കിന് 40,000 കോടി രൂപയിലധികം വിലമതിപ്പുള്ള ധാതുമണൽ അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പരാതി കോടതിയിൽ വന്നതിന് ശേഷം ഡിസംബർ മാസം 18-ാം തീയതിയും ശേഷം ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഡിസംബർ മാസം 27-ാം തീയതിയാണ് കണ്ണ് നിർത്തിക്കുന്ന ഓർഡറായത്. എനിക്ക് അങ്ങനെ ഒരു ചോദ്യം കൂടിയുണ്ട്, ആ ചോദ്യം ഞാൻ റിസർവ് ചെയ്യുന്നു. ഞാൻ മറ്റതിഥികളിലേക്ക് കൂടി പോയി വരാം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇന്നിപ്പോൾ പ്രതിപക്ഷം നമ്മൾ കേട്ടത് ഷോൺ ജോർജിനെയാണ്, പരാതിക്കാരനെയാണ്. ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഈ ഷോൺ പരാതിക്കാരനെ തന്നെ പാർട്ടിയിൽ ചേർത്തിരിക്കുന്നത് വഴി അത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണെന്ന് തെളിഞ്ഞിരിക്കുന്നുവെന്ന്. പക്ഷേ ഷോൺ ജോർജ് ഈ പരാതി ഉന്നയിക്കുന്നത് 2024 ജനുവരി മാസത്തിലല്ല, 2023 തന്നെ സെപ്റ്റംബർ 23-ാം തീയതി പരാതിയുമായിട്ട് എത്തുന്നു. പരാതിയുടെ പ്രേരണ വ്യക്തിപരമാണെങ്കിലും പിന്നീട് അത് ഒരു വലിയ വിഷയമായി മാറുന്നു. അതിനൊരു കേസുണ്ടെന്ന് ബോധ്യപ്പെടുന്നത് ROCക്കാണ്. ROCയുടെ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നു 447 അനുസരിച്ചുള്ള കുറ്റകൃത്യം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നു. അതിനും അപ്പുറത്തുള്ള കേസുകളുണ്ടെന്ന് ബാംഗ്ലൂർ ROC തന്നെ പറയുന്നു. PMLA ആക്ടിന്റെ ലംഘനമുണ്ടെന്നും അതിൽ EDക്ക് കടന്നു വരാവുന്ന സാഹചര്യമുണ്ടെന്നും കണ്ടെത്തുന്നു. ഇപ്പോഴിതാ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ കൈകളിലേക്ക് സംസ്ഥാനത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. KS അരുൺകുമാർ മറുപടി. ഇവിടെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നത് കുറെ നാളുകളായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ കാര്യം എപ്പോൾ ഇതിലുള്ളൂ, സെക്ഷൻ 210(1)(c) അനുസരിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചത് ജനുവരി മാസം 12-ാം തീയതിയാണ്. പ്രധാനമായും 3 ROCമാരെയാണ് അതിന്റെ അന്വേഷണം ഏൽപ്പിച്ചത്. അതിന്റെ ഭാഗമായി അതിലേക്ക് നയിക്കുന്നതായി പറഞ്ഞത് ബാംഗ്ലൂർ ROCയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എന്നതാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് കർണാടകത്തിൽ ഒറ്റ ROC ഉള്ളൂ, ആ ROC ബാംഗ്ലൂർ ROC. അപ്പം 3 ROCമാർ, അതിൽ ആദ്യമായി അന്വേഷണം ഉദ്യോഗസ്ഥൻ ഒരു വരുൺ BS, ROC കർണാടക എന്നതാണ്. കർണാടകയിൽ ആകെ ഒരു ROC ഉള്ളൂ. അപ്പോൾ ബാംഗ്ലൂർ ROCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർണാടക ഡെപ്യൂട്ടി ROC, അതിന്റെ താഴെയുള്ള ഡെപ്യൂട്ടി ROC അന്വേഷിക്കുകയാണ്. 3 ഉത്തരവാദിത്തപ്പെട്ടവർ അന്വേഷണം ആരംഭിക്കുമ്പോഴേക്കും SFIO കൊണ്ട് അന്വേഷിക്കാൻ 212 അനുസരിച്ച് തീരുമാനമെടുക്കുന്നു. ഇതിൽ നടന്നൊരു കാര്യം,
ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷനായി ശ്രീ ഷോൺ പോകുന്നു. ആ ഷോണിന്റെ റിട്ട് പെറ്റീഷന്റെ പ്രധാനപ്പെട്ട പ്രയർ മാസങ്ങളായി താൻ കൊടുത്ത റെപ്രസെന്റേഷൻ പരിഗണിച്ചിട്ടില്ല, അപേക്ഷ പരിഗണിച്ചിട്ടില്ല ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട പ്രയർ ആയിരുന്നു സെക്ഷൻ 210 അനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന്. ആ കേന്ദ്രത്തിന്റെ നിലപാട് ചോദിച്ചപ്പോൾ തന്നെ 12/1 കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ചു. അതോടുകൂടി ആ റിട്ട് പെറ്റീഷൻ തന്നെ ഇൻഫ്രച്ചസ് ആയി. അപ്പോ വീണ്ടും വാദത്തിന് വന്നപ്പോ കേന്ദ്രം ഉത്തരവ് പാസ്സാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഓർഡർ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ശ്രീ ഷോൺ പറഞ്ഞു, എനിക്ക് മറ്റൊരു ആവശ്യം കൂടി ഉണ്ട്, അത് 212 പ്രകാരമുള്ള ആവശ്യമാണ് എന്ന് പറഞ്ഞു, ആ അന്വേഷണമാണ്. അപ്പോൾ അത് ഈ റിട്ട് പെറ്റീഷൻ ഇല്ലല്ലോ, പ്രയറിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ്, അതെനി വിട്ടുപോയതാണ്, അതുകൊണ്ട് 212 പ്രകാരമുള്ള അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് ഞാൻ ഈ റിട്ട് പെറ്റീഷന്റെ പ്രയർ അമെന്റ് ചെയ്യാണ്, ഒരു IA ഫയൽ ചെയ്യാണെന്ന് പറഞ്ഞു. കോടതി അത് അലോ ചെയ്തു. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അത് അലോ ചെയ്തു. അതിൽ അലോ ചെയ്തതിന് ശേഷം കേന്ദ്രത്തിന്റെ നിലപാട് എന്തെന്ന് ചോദിച്ചു. അപ്പൊ ആ നിലപാട് രേഖപ്പെടുത്താൻ വേണ്ടി 12/1 വച്ചിരിക്കുകയാണ്, വരുന്ന 12/2 ഈ വരുന്ന ഫെബ്രുവരി 12 വെച്ചിരിക്കുകയാണ്. അതിനിപ്പോ ഒരാഴ്ച 2 ആഴ്ച മുമ്പേ തന്നെ ഷോൺ BJPയിൽ ചേർന്ന ദിവസം അർദ്ധരാത്രി 31/1/2024 അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പൊ ഒരേ സമയത്ത് കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 210 212 പ്രകാരം സൈമൾട്ടേനിയസ് അന്വേഷണം നിയമപരമായി ആക്ട് പ്രകാരം നടക്കും. പക്ഷെ ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിരിക്കുന്ന അന്വേഷണം അപ്പോൾ തന്നെ രണ്ടാമതൊരു ഏജൻസിയെ ഏൽപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയർ റിട്ട് പെറ്റീഷനിൽ ഉണ്ടായിരുന്നില്ല. അത് അമെന്റ് ചെയ്ത് ആദ്യത്തെ പ്രയർ അലൗ ചെയ്തതിന് ശേഷം ഉള്ള ഗ്യാപ്പിൽ, അത് സാധാരണ അങ്ങനെ അനുവദിക്കാറില്ല, റിട്ട് പെറ്റീഷന്റെ പ്രയർ പൂർത്തീകരിച്ചാൽ പിന്നെ അത് ഇൻഫ്രച്ചസ് ആണ് മാറ്റർ. അതിന്റെ രണ്ടാമത്തെ പ്രയർ അമെന്റ് ചെയ്ത് കയറ്റുന്നു. അതിന്റെ കേന്ദ്രത്തോടുള്ള റിപ്പോർട്ട് ചോദിക്കുന്നു. ആ റിപ്പോർട്ട് ചോദിച്ച സാഹചര്യത്തിൽ അതിന്റെ ഇടയിൽ തന്നെ കേന്ദ്രം അത് പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ ഇതിൽ വലിയ അസ്വാഭാവികത കാണുന്നില്ല. കാരണം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ ഏത് ഘട്ടത്തിലും വരും. ഇപ്പോ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ദൈവം അത് അറസ്റ്റ് ചെയ്തു, അത് രാജിവെച്ച് പോയി. പുതിയ മന്ത്രിസഭയെ 2 ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ട് മന്ത്രിസഭ ഇന്ന് വന്നു. ഡൽഹിയിലാണെങ്കിൽ 5ാമതും ED സമൻസ് കൊടുത്തിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും നോക്കിയാൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഏതെല്ലാം തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വെറുതെ വരുന്നതല്ലോ. ഹേമന്ത് സോറന്റെ വീട്ടിൽ നിന്ന് പിടിച്ചത് 36 ലക്ഷം രൂപയാണ്. പിന്നെ കണക്കിൽപ്പെടാത്തൊരു BMW. 36 ലക്ഷമൊക്കെ പീനട്ടാണ്. വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്താണെന്നാണ് EDയുടെ സമൻസിലുള്ളത്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത് സാക്ഷാൽ ഹേമന്ത് സോറന് പോലും അത് ബോധ്യപ്പെടാത്തൊരു കാര്യമാണ് ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞത്. അതിന് ഇക്വേറ്റ് ചെയ്ത് വിധമാണ്. നോക്കൂ, അവിടെ ഹേമന്ത് സോറനെ പിടികൂടാൻ ED പോകുന്നുണ്ടെങ്കിൽ തെളിവുകളുണ്ട്. ഇവിടെ ഇതാ SFIക്ക് അന്വേഷണം കൈമാറാനുള്ള തെളിവെന്താണ്? ROCയുടെ റിപ്പോർട്ടിലുള്ള പരാമർശമാണ്. ROC റിപ്പോർട്ടിലുള്ള പരാമർശം മതി കമ്പനി നിയമപ്രകാരം സെക്ഷൻ 212 പ്രകാരം SFI അന്വേഷണം നടത്താൻ. ആ അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ അത് KSIDC കൂടി ഉൾപ്പെട്ട വിഷയമായതുകൊണ്ട് നിയമസഭയിൽ ചർച്ച ചെയ്യണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ മുഖ്യമന്ത്രി സഭയിൽ പോലും വരാതെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ ആ മുഖ്യമന്ത്രി എത്തി എന്നതുകൂടി ഓർമ്മിക്കണം. അപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പോലും വരാതെ ഓടി ഒളിക്കുന്നു എന്ന പ്രതിപക്ഷാരോപണം ശക്തമാവുകയാണ്. അരുൺകുമാർ, സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല നാളിതുവരെ ഈ വിഷയത്തിൽ. എന്റെ കൈകൾ ശുദ്ധമാണെന്ന് നിയമസഭയിൽ പറയുന്ന മുഖ്യമന്ത്രിക്ക് ഇതിൽ എന്താണ് സംഭവിച്ചത്? എന്ത് സേവനമാണ് നൽകിയത്? ഇതിൽ ആദ്യം ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ, പിന്നീട് ROCയുടെ റിപ്പോർട്ടിലൊക്കെ മുഖ്യമന്ത്രിയുടെ പേര് വലിച്ചിഴച്ചതിനെ ശക്തമായി നേരായി പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുന്നത്. ജനങ്ങൾക്ക് ഇതൊന്നും വിശ്വാസമാകുന്നില്ല. അരുൺകുമാർ, രണ്ട് കാര്യമാണ്. താങ്കൾ പറഞ്ഞല്ലോ കള്ളപ്പണമായിട്ട് 36 ലക്ഷം കണ്ടെത്തി. അത് കണ്ടെത്തിയില്ലോ എന്നുള്ളത് കോടതി വഴി തെളിയിക്കേണ്ടതാണ്. ഈ രാജ്യത്ത് ED കണ്ടെത്തിയ കള്ളപ്പണത്തിൽ 1% പോലും കള്ളപ്പണമാണെന്ന് തെളിയിക്കാൻ കഴിയാത്ത ഒരു ഏജൻസിയാണ് ED. ഒന്ന് ആലോചിച്ച് നോക്കുക. നിരവധി വാർത്തകൾ വരും, ഇന്ന വീട്ടിൽ നിന്ന് കണ്ടെത്തി. കണ്ടെത്തിയതിന്റെ 1% പോലും ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ. ഞാൻ പറയട്ടെ. അല്ല അങ്ങ് പരാമർശിച്ചതിന് എനിക്ക് മറുപടി പറയാൻ അവസരം വേണമല്ലോ. അന്വേഷണം വലിയ മഹത്വവൽക്കരിച്ച് താങ്കൾ അവതരിപ്പിക്കേണ്ട. താങ്കൾ അത് മഹത്വവൽക്കരിച്ച് അവതരിപ്പിക്കുമ്പോൾ അതിൽ എനിക്കുള്ള വാദം, എന്റെ അഭിപ്രായം ഹേമന്ത് സോറന്റെ കാര്യത്തിലെങ്കിലും ആ കേസിൽ ഒരു വസ്തുതയുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. യെസ്, ഈ രാജ്യത്ത് ED നടത്തിക്കൊണ്ടിരിക്കുന്ന കേസന്വേഷണത്തിൽ വിചാരണയിൽ 0.54%, അതായത് 1% പോലും കൺവിക്ഷൻ റേറ്റ് ഇല്ല എന്നുള്ള കാര്യവും താങ്കൾ ഓർക്കണം. കണ്ടെത്തിയ പണത്തിൽ 1% പോലും കള്ളപ്പണമാണെന്ന് തെളിയിക്കാൻ പറ്റാത്ത ഏറ്റവും ദയനീയ പ്രകടനം കാണിച്ച ഏജൻസിയാണ് അത്. ആയിക്കോട്ടെ, ഇപ്പൊ അങ്ങ് ചോദിച്ചു, ഈ കേരളത്തിന്റെ നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ റൂൾ 53 ഉണ്ട്. അത് അവതരിപ്പിച്ചയാൾ ഒരു അഭിഭാഷകനാണ്. അപ്പോ വലിയ അഭിഭാഷകനായിട്ടാണ് അദ്ദേഹത്തെ പല UDF മാധ്യമങ്ങളും ചിത്രീകരിക്കുന്നത്. ആ റൂൾ 53
ഏതെങ്കിലും ട്രൈബ്യൂണലിലോ കോടതിയിലോ മറ്റേതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി സംവിധാനത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു അന്വേഷണമോ തർക്കമോ അപ്പീലോ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ പാടില്ല എന്നതാണ്. ഞാൻ അനുവദിക്കുമെങ്കിൽ അത് വായിച്ചു തരാം. റൂൾ 53. അല്ല, റൂൾ 53 മനസ്സിലായി. പക്ഷേ റൂൾ 53 പ്രകാരം മുഖ്യമന്ത്രിക്ക് പരോക്ഷ നിയന്ത്രണമുള്ള ഒരു കമ്പനി എന്നൊരു ROCയുടെ റിപ്പോർട്ടിൽ വന്നതടക്കം എക്സാലോജിക്കിന്റെമായി ബന്ധപ്പെട്ട CMRL-ലുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നതിനകത്ത് എന്താണ് തടസ്സമാകുന്നത്? തടസ്സം ഏതെങ്കിലും, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ള ROC റിപ്പോർട്ട് എന്ന് പറയുന്നത് സെലക്ടീവ് ലീക്കേജിന്റെ ഭാഗമായി ചില പാരഗ്രാഫ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കിട്ടി, ലീക്കേജ് ചെയ്ത് കിട്ടി, അതിന്റെ ഭാഗമാണ്. അല്ലാതെ പൊതുമണ്ഡലത്തിലൊന്നുമില്ല. അത് വലിയ പ്രാധാന്യമുള്ള മുഖ്യമന്ത്രിക്ക് പരോക്ഷ നിയന്ത്രണമുണ്ട് CMRL എന്ന് പറഞ്ഞത് ഞാനല്ല, ബാംഗ്ലൂരിന്റെ റിപ്പോർട്ടിലുള്ളതാണ്. അത് അങ്ങേക്ക് വേണമെങ്കിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. താങ്കളുടെ കയ്യിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെ വിശ്വസിക്കും മിസ്റ്റർ? അതെ, ഒറ്റ മിനിറ്റ് ഞാൻ പറയാം. ഇവിടെ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള വിധിന്യായം പറഞ്ഞപ്പോ ജഡ്ജിമാര് അവരുടെ പേരോ ഒപ്പോ ഇടാൻ തയ്യാറായില്ല. അതായത് നാഥനില്ലാത്തൊരു ജഡ്ജ്മെന്റ് ആയിട്ടാണ് ഇപ്പോ അത് കൃത്യമായിട്ട് ജഡ്ജ്മെന്റ് സമൂഹത്തിലുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാരഗ്രാഫ് ആരെങ്കിലും അയച്ചു തന്നു എന്ന് വെച്ച് അത് എവിടെ, ആരുടെ റിപ്പോർട്ട്, എപ്പോ പുറത്തിറങ്ങിയത്, അത് ആധികാരികമാണോ എന്നൊന്നും പൊതുമണ്ഡലത്തിലില്ല. പിണറായി വിജയനാണെന്ന് എഴുതിയിരിക്കുന്നത് പരിഗണിക്കുമല്ലോ. പ്രൊമിനന്റ് പൊളിറ്റീഷ്യന്റെ മകളായ വീണ വിജയന് പണം നൽകിയിരിക്കുന്നുവെന്ന് ഇന്ത്യൻ ബോർഡ് കണ്ടെത്തിയത് താങ്കൾ അംഗീകരിക്കുമല്ലോ. അത് കണ്ടെത്തിയിരിക്കുന്നത് ചട്ടവിരുദ്ധമായി കമ്പനിയുടെ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ നടത്താനുള്ള പണമായിരുന്നുവെന്ന് കണ്ടെത്തിയതും താങ്കൾ അംഗീകരിക്കുമല്ലോ. അതൊന്നും സെലക്ടീവ് ലീക്കേജ് അല്ല. പൂർണ്ണമായ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്, മറ്റെന്റെ കയ്യിൽ പൂർണ്ണമായില്ല. അത് ഞാൻ സമ്മതിക്കുന്നു അരുൺകുമാർ. യെസ്, രണ്ടും രണ്ടാണ്. താങ്കൾ പറഞ്ഞ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് എക്സാലോജിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ആയി ബന്ധപ്പെട്ട സാധനമല്ല. അത് CMRL-ഉം അതുപോലെ ആദായ നികുതി വകുപ്പും തമ്മിലുള്ള ഒരു സെറ്റിൽമെന്റ് ഓഹരിയുള്ള കരിമണൽ കമ്പനി, അങ്ങനെ തന്നെ പറയണം. ആയിക്കോട്ടെ. അതായത് 65ഓളം 73ഓളം KSDCക്ക് ഷെയർ ഉള്ള കമ്പനികളിൽ ഒരു കമ്പനി, അങ്ങനെയും പറയണം. അങ്ങനെ പറയുമ്പോ ഞാൻ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് 1,72 ലക്ഷം രൂപ ഈ പറയുന്ന മൈക്രോസോഫ്റ്റും ടാലിയും ഒക്കെ കൂടി മൊത്തം കൂടി കണക്കൂട്ടി നോക്കിയാൽ 4,565 രൂപയ്ക്ക് കിട്ടാവുന്ന സേവനങ്ങൾക്ക് 1,72 ലക്ഷം രൂപ ബില്ലിട്ട് കൊടുത്തത്. ഈ 65-ൽ KSIDCയുടെ പാർട്ട്ണർഷിപ്പുള്ള ഒരു കമ്പനിയാണ്. നിങ്ങൾ ഓരോ ചോദ്യത്തിന് ഇടപെടല്ലേ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതായത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട ഒരു പ്രൊസീഡിംഗ്സിലും മുഖ്യമന്ത്രിയുടെ മകൾക്ക് നോട്ടീസ് കൊടുക്കുകയോ എക്സലോജിക്കലിനെ കേൾക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആ ഉത്തരവ് പുറത്തുണ്ട്, താങ്കളുടെ കയ്യിലുണ്ട്, എന്റെ കയ്യിലുണ്ട്, പൊതുസമൂഹത്തിലുണ്ട്. ആ ഉത്തരവ് ഒരിക്കലും ഒരു ഭാഗം കേൾക്കാതെ, ഹിയർ ദി അതർ സൈഡ് കേൾക്കാതെ, നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷനായി ഏകപക്ഷീയമായി കേരള ഭരണത്തിൽ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിയുടെ മകൾ എന്ന രൂപത്തിൽ ഒരു കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പുറത്തുവിട്ട ഒരു സെറ്റിൽമെന്റ് ഓർഡറാണ്. അതിൽ കൃത്യമായി ഇമ്മ്യൂണിറ്റി അതിൽ ആരോപണ വിധേയമായിട്ടുള്ള കമ്പനിക്ക് കൊടുത്തുകൊണ്ട് എല്ലാം സെറ്റിൽ ചെയ്ത ഓർഡറാണ്. രണ്ടാമത് താങ്കൾ കേട്ടിട്ടുണ്ടല്ലോ എക്സാലോജിക്കിനെ കേട്ടതിനു ശേഷമല്ലേ ROC അതിൽ പറഞ്ഞിരിക്കുന്നത് ഇവേസീവായിരിക്കുന്ന മറുപടി നൽകിയിരിക്കുന്നു, തെറ്റായ വിവരങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു, 447-ന്റെ പരിധിയിൽ വരാവുന്നവയാണ്, അന്വേഷണം നടക്കുന്നു, അന്വേഷണം നടക്കുന്നില്ല എന്ന് പറയുന്നു, ടാക്സിന് കുടിശ്ശികയില്ല എന്ന് പറയുന്നു, ഡോർമന്റ് സ്റ്റാറ്റസിന്റെ ആപ്ലിക്കേഷനിൽ കുടിശ്ശികയില്ല എന്ന് പറഞ്ഞിട്ടും കുടിശ്ശികയുണ്ടെന്ന് തെളിയുന്നു. അപ്പോൾ തെറ്റായ തെളിവുകൾ നൽകി എന്നത് നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ്. അത് എക്സാലോജിക്കിനെ കേട്ടു ROC. ആരുടെ മുന്നിലുണ്ട്? നിങ്ങൾ ചില മാധ്യമങ്ങൾക്ക് ചില പാരഗ്രാഫ് മുന്നിലുണ്ട് എങ്കിൽ ഇതൊക്കെ ഓർഡറിന്റെ ഭാഗമായി തന്നെ വന്നതല്ലേ? ഓർഡറിന്റെ ഭാഗമായി വന്നതല്ലേ? അതെ. എങ്ങനെ വന്നു? ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനൽ, ഒരു കേന്ദ്രമന്ത്രിക്ക് നല്ല നിക്ഷേപമുള്ള ഉടമസ്ഥനായിട്ടുള്ള ഒരു ചാനലിൽ വന്ന ചില പാരഗ്രാഫ് മറ്റു ചാനലുകൾക്ക് കിട്ടി. നിങ്ങൾ സോഴ്സ് തേടി പോവുകയാണോ ചെയ്യുന്നത്? ഈ വസ്തുത അന്വേഷിച്ചു പോവുകയാണോ ചെയ്യുന്നത്? സോഴ്സ് കണ്ടെത്തുന്നത് പത്രപ്രവർത്തകരുടെ മിടുക്കാണ്. അവരത് ഏത് വിധത്തിലും കണ്ടെത്തും. അത് ചാനൽ മുതലാളിക്ക് ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പുറത്തു വരാനുള്ളത് പുറത്തു കൊണ്ടുവന്നിരിക്കും മാധ്യമങ്ങൾ. അക്കാര്യത്തിലൊന്നും ഇനി അവരെ പഠിച്ചിട്ട് കാര്യമില്ല. അരുൺകുമാർ, പേരുണ്ട്. വീണ വിജയനോട് ചോദിച്ചതിന് തൃപ്തികരമായ ഉത്തരം കിട്ടിയില്ല. കിട്ടാത്തതിന്റെ പേരിൽ റിപ്പോർട്ടുണ്ടായി. റിപ്പോർട്ടിന്റെ പുറത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ ചോദ്യമുനയിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾ പോയി നിൽക്കുന്നു. KSIDCക്കും പോയി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാക്കി. അത് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു, നിങ്ങൾ അംഗീകരിച്ചില്ല. അതാണ് സംഭവം. അതായത്
റൂൾ 53 പ്രകാരം ഈ രാജ്യത്ത് ഏതെങ്കിലും ട്രൈബ്യൂണലിന്റെയോ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ മുന്നിൽ നിൽക്കുന്ന പ്രൊസീഡിംഗ്സ് അല്ല, അങ്ങനെയാണെങ്കിൽ ഇന്ന് കേന്ദ്രത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ചത് എന്തിനാണ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ? സുപ്രീം കോടതിയിൽ ആ കേസ് നിൽക്കുകയല്ലേ? അല്ല, അത് കേന്ദ്ര സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കേസ് ഏതാണ്? ഏതാണ് കേസ്? കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന കേസ്. ആ പ്രമേയം അത് വളരെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട്. അതിൽ മനസ്സിലായില്ല. കേന്ദ്രത്തിൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് നിൽക്കുന്നു. ആ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുന്ന വിഷയത്തിൽ പ്രമേയം അവതരിപ്പിക്കാൻ സർക്കാരിന് തടസ്സമില്ല. എന്നാൽ ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമായ SFOയുടെ അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ചോദ്യം ചോദിക്കാൻ പാടില്ല. ഇരട്ടത്താപ്പാണ് അരുൺകുമാർ. അല്ല, ഇവിടെ ഒരു പ്രമേയവും അടിയന്തര പ്രമേയം റൂൾ 53 താങ്കൾ വായിച്ചാൽ താങ്കൾക്ക് മനസ്സിലാവും. അതായത് ആകെയുള്ള സംഗതികളെ അല്ല, അടിയന്തര പ്രമേയവും വ്യത്യസ്തമാണ്. അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായി വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്താൻ റൂൾ 53 ബാറ് വളരെ വിശദമായി താങ്കൾക്ക് മനസ്സിലാവും. അത് റൂൾ 53 പ്രകാരം ഒരു തരത്തിലുള്ള പ്രമേയവും പാടില്ലല്ലോ. ഞാൻ വായിക്കാം. ഇത് മിസ്റ്റർ അരുൺ, ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വായിക്കാം. ട്രൈബ്യൂണൽ, കമ്മീഷൻ മുതലായവയുടെ മുമ്പാകെയുള്ള സംഗതികളെ പറ്റിയുള്ള ചർച്ച, പ്രമേയം നീതിന്യായപരമോ അർത്ഥനീതിന്യായപരമോ ആയ ഏതെങ്കിലും കൃത്യം നിർവഹിക്കുന്ന ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ട്രൈബ്യൂണലിന്റെയോ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ സർക്കാർ അവതരിപ്പിച്ച പ്രമേയം ഈ റൂൾ 53 എതിരാണോ അല്ലയോ? അങ്ങ് പറയൂ. അല്ല, അടിയന്തര പ്രമേയം ഇന്ന് പ്രതിപക്ഷം അവതരിപ്പിച്ചത് കൃത്യമായി കേന്ദ്ര സർക്കാരിനെതിരെ ഇന്ന് സർക്കാർ അവതരിപ്പിച്ച പ്രമേയം റൂൾ 53 എതിരാണോ അല്ലയോ? റൂൾ 53 എതിരല്ല. അതായത് ഇവിടെ 12/1/2024 31/1/2024 പുറത്തിറങ്ങിയ അന്വേഷണ ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമായതുകൊണ്ടാണ് ഇന്ന് അടിയന്തര പ്രമേയം നിഷേധിക്കുന്ന കേന്ദ്രം സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കുന്നു എന്ന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കേരള സർക്കാർ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ. അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണല്ലോ. അത് കേന്ദ്രത്തോട് മറുപടി നൽകാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ്. ഈ ചട്ടം 53 പരിധിയിൽ വരുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ പ്രമേയം പാടില്ലല്ലോ അരുൺകുമാർ. സാമ്പത്തിക ഫെഡറലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ വൈഡ് പ്രമേയമാണ് ഇന്ന് സാമ്പത്തിക ഫെഡറലിസവും വൈഡ് പ്രമേയമാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ടിരിക്കുന്ന കേസ് പ്രതിപക്ഷത്തിന് വൈഡായിരിക്കുന്ന ഒരു വിഷയമാണെന്നും വൈഡായിരിക്കുന്ന ഒരു കറപ്ഷൻ വിഷയമാണെന്നും തോന്നിയാൽ അതിലെങ്ങനെയാണ് സ്പീക്കർക്ക് മറ്റൊരു നിലപാടെടുക്കാൻ കഴിയുക? ഇല്ല, സ്പീക്കർ അത് കൃത്യമായിട്ട് റൂളിംഗ്. എന്നാൽ പിന്നെ പ്രതിപക്ഷം അവിടെ നിയമസഭയിൽ പ്രസന്റായി ഈ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ തന്നെ കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഫെഡറലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഒബ്ജക്ഷൻ ഉപയോഗിച്ച് പ്രതിപക്ഷത്തിന്റെ പ്രമേയത്തെ നിരസിക്കുന്നു. അതേ റൂൾ 53 ഉപയോഗിച്ച് സർക്കാരിന്റെ പ്രമേയത്തെ നിങ്ങൾ അംഗീകരിക്കുന്നു. അതിലൊരു ഇരട്ടത്താപ്പുണ്ട് അരുൺകുമാർ. അത് അങ്ങ് തന്നെ ബോധ്യപ്പെട്ടതാണ്. അങ്ങൊരു അഭിഭാഷകനാണ്, അങ്ങേക്കറിയാം. ഇത് രണ്ടും ജുഡീഷ്യറിയുടെ പരിഗണനയിലോ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമായ SFIയുടെ പരിഗണനയിലും സുപ്രീം കോടതിയുടെ പരിഗണനയിലും ഇരിക്കുന്ന രണ്ട് പ്രമേയങ്ങളാണ്. രണ്ടിനും റൂൾ 53 ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ സർക്കാരിന് താല്പര്യമുള്ളതാണെങ്കിൽ റൂൾ 53യുടെ പരിഗണനയിൽ വന്ന് ചർച്ചയ്ക്കെടുക്കും, മറ്റേതാണെങ്കിൽ റൂൾ 53യുടെ പരിഗണനയിൽ വന്ന് തള്ളും. അതാണ് ഇരട്ടത്താപ്പ് അരുൺകുമാർ. ഇല്ലില്ല, സാമ്പത്തിക ഫെഡറലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനം നേരിടുന്ന പ്രശ്നം വളരെ വൈഡായിട്ടാണ് പ്രമേയത്തിന്റെ ഉള്ളടക്കം. ആ പ്രമേയം പ്രതിപക്ഷത്തിനടക്കം ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. ആ അവസരം ചർച്ച ചെയ്യാനും ഒബ്ജക്ഷൻ രേഖപ്പെടുത്താനും ഉള്ള അവസരം പ്രതിപക്ഷം അത് പ്രയോജനപ്പെടുത്താതെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഇവിടെ. ഏതായാലും ഏതെങ്കിലും ഒരു വിഷയം മറച്ചുവെക്കാനോ രണ്ടു പ്രമേയങ്ങളും തമ്മിലുള്ള വ്യത്യാസം അങ്ങൊന്ന് പറയൂ. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ട്രൈബ്യൂണലിലോ കമ്മീഷനിലോ നിലനിൽക്കുന്ന സാഹചര്യം ഒരു അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ പാടില്ല എന്നതാണ്. ഇവിടെ ചർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ പാടില്ല എന്നതാണ് എന്നാണ് 53. ശരി, അത് സമ്മതിച്ചു. SFIയുടെ കാര്യത്തിൽ സംഗതിയെ പറ്റിയുള്ള അത്തരത്തിൽ ചർച്ച പാടില്ല എന്നുള്ള സ്പീക്കറിന്റെ റൂളിംഗ് ശരി. അപ്പോ പിന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ പ്രമേയമോ?
അത് ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള SLPയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യം ഒരു വൈഡ് ആയിട്ടുള്ള പ്രമേയമാണ് ഇന്ന് അവതരിപ്പിച്ചത്. സാമ്പത്തിക ഫെഡറലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രമേയം സൂക്ഷ്മമായി പരിശോധിച്ചാൽ അറിയാം വളരെ വിശാലമായിട്ടുള്ള കാര്യം. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം അതിന് ഒബ്ജക്ഷൻ രേഖപ്പെടുത്തുന്നത്? ഇരട്ടത്താപ്പുണ്ടെന്ന് അങ്ങേക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ട് അങ്ങതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ച് ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. അരുൺകുമാർ, ഒരു അഡ്വക്കേറ്റായ താങ്കൾക്കറിയാം എന്താണ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം. അതിന് വൈഡ് എന്നോ നാരോ എന്നോ ഡയമെൻഷൻ ഒന്നും കൊടുക്കുക സാധ്യമല്ല. അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെങ്കിൽ വൈഡ് ആണെങ്കിലും നാരോ ആണെങ്കിലും ചർച്ച ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. അതൊക്കെ സ്പീക്കർ തീരുമാനിച്ചു ഏകപക്ഷീയമായി. അതാണ് ഇന്ന് പ്രതിപക്ഷം പറഞ്ഞത്. പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്നുവെന്ന്. ഞാൻ തിരിച്ചു വരാം അരുൺകുമാറിലേക്ക്. PR ശിവശങ്കർ, പരാതി ഉന്നയിച്ചയാളെ പാർട്ടിയിലേക്ക് എടുത്താൽ പരാതിയുടെ സാങ്കത്യം നഷ്ടപ്പെടുമെന്ന് ഇന്ന് മനസ്സിലായല്ലോ അല്ലേ? കാരണം അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചുരുങ്ങിയ പക്ഷം ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നതനുസരിച്ച് പരാതി ഉന്നയിച്ച ഷോൺ ജോർജിനെ ആ നദിയെ ആ തോടിനെ നദിയിലങ്ങ് ലയിപ്പിച്ചു. അപ്പോൾ തോട് നദിയിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ തോട്ടിലൂടെ ഒഴുകി വന്ന എല്ലാം അത് അവശിഷ്ടമാണെങ്കിലും അതല്ല തെളിഞ്ഞ വെള്ളമാണെങ്കിലും അത് പാർട്ടിയുടെ സ്വന്തമാണ്. അപ്പോൾ ഇനി ഈ അന്വേഷണവും പാർട്ടിയുടെ താല്പര്യപ്രകാരമായി തീരും. അതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ന്യായീകരണം. അല്ല അരുൺ, അങ്ങനെയല്ല. ഇതിൽ നേരത്തെ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞ കോടതിയുടെ ഒരു എക്സ്പ്ലനേഷൻ ആദ്യം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ SFI അന്വേഷണം വന്നതെന്ന്. അതിൽ അഡ്വക്കേറ്റ് അരുൺകുമാർ ആ കോടതിയിൽ ഇല്ലാഞ്ഞിട്ടാണോ അതോ ഉള്ളത് കേട്ടിട്ട് വിഴുങ്ങിയതാണോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഒന്ന് വിഴുങ്ങിയിട്ടുമുണ്ട്, ഒന്നല്പം പുഴുങ്ങി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ വിഴുങ്ങിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ അന്ന് പോയ എല്ലാവർക്കും കേട്ടതാണ്. അഡ്വക്കേറ്റ് അരുൺകുമാർ ഉണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും. അതായത് അന്ന് ജഡ്ജി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ SFI അന്വേഷണം നടത്താൻ തയ്യാറാണോ എന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റിനോട് 3 പ്രാവശ്യം ചോദിക്കുകയും അദ്ദേഹം പറഞ്ഞത് അതെനിക്ക് കൺസേൺഡ് ഓഫീസറോടും അതല്ലെങ്കിൽ അതോറിറ്റിയോടും ചോദിക്കണം, ദെൻ ഓൺലി ഐ ക്യാൻ എക്സ്പ്ലെയിൻ അബൌട്ട് ഇറ്റ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഹി അഗെയിൻ ആൻഡ് അഗെയിൻ എക്സ്പ്ലെയിൻ, ദ കോർട്ട് ഹാസ് ബീൻ അഗെയിൻ ആസ്ക്ഡ്. അപ്പോൾ അരുൺ മറക്കാതിരിക്കാൻ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അവരുടെ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, കോടതി ഒരു ഉത്തരവിലൂടെ ഈ ഒരു പ്രത്യേക അന്വേഷണത്തിന് സമ്മർദ്ദം ചെലുത്തുകയാണോ എന്ന് സീനിയർ അഭിഭാഷകൻ, സുപ്രീം കോടതിയിൽ വന്ന അഭിഭാഷകൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഇദ്ദേഹം ഇൻട്രീം ഉത്തരവിൽ ചോദിച്ചിരിക്കുന്നു, അന്വേഷണം ചോദിച്ചിരിക്കുന്നു, വെദർ യു ആർ ഇൻട്രസ്റ്റഡ് ഓർ നോട്ട് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നു. അങ്ങനെയാണ് ഇത് SFI അന്വേഷണത്തിന് സുപ്രീം കോടതി ഒരു കോടതിയുടെ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് ഈ അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. അതല്ലാണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത് അങ്ങോട്ട് SFI അന്വേഷിച്ച് കളയാം എന്നുള്ള കാര്യം കൊണ്ടല്ല. പക്ഷേ SFI അന്വേഷിക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് രണ്ടാമത്തെ ഉത്തരം പറയാം. ഇത് അന്വേഷണം വന്നത് എന്തിനാണ് എന്നുള്ളതാണ്. ഞാൻ ആദ്യത്തെ ഒരു പടിയിലേക്ക് കടക്കാം. ഇവിടെ നിരന്തരമായി അഡ്വക്കേറ്റ് അരുൺകുമാർ, ഞാൻ മറ്റേ ഒരു എന്താ പറയുക കുക്കപ്പ് സ്റ്റോറി എന്ന് പറയുന്നുള്ള കാരണം എനിക്ക് 2 സെക്കൻഡ് കൂടുതൽ തരണം. അഡ്വക്കേറ്റ് അരുൺകുമാറാണ് ഇൻട്രീം ബോർഡ് കോടതി എന്ന് വിചാരിക്കും. ഞാൻ CMRൽ എന്നോട് അരുൺകുമാർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പണം അഡ്വക്കേറ്റ് അരുൺകുമാറിന് അതായത് എക്സ്ട്രാ ലോജിക്കിന് കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറയണ കൊടുത്തിട്ടുണ്ട്. എന്ത് കാര്യമാണ് കിട്ടിയേക്കണേ? ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെന്തിനാണ് ഞാൻ അഡ്വക്കേറ്റ് അരുൺകുമാറിനോട് ജഡ്ജിയായ ഡോക്ടർ അരുൺകുമാർ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങളെ വിളിക്കണോ? അല്ല, സാറ്റിസ്ഫാക്ടറി എന്നല്ല, നേരത്തെ ചില ഓഫീസും എന്താ പറയണ മൈക്രോസോഫ്റ്റും എക്സലും കറക്റ്റ് ചെയ്തതിന് കിട്ടിയെന്ന് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ. അപ്പോൾ അതിലവരെ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൽ പാർട്ടിയല്ല. ഞാൻ കൊടുത്ത ദാനം അത് മേടിച്ചു, അതിന് ടാക്സ് അടച്ചു, അംഗീകരിച്ചും കഴിഞ്ഞു. ഈ പൈസ കിട്ടിയില്ല എന്നുള്ള വാദം പോലും ഇല്ല. അപ്പോൾ പ്രശ്നമില്ല. അവിടെ പൈസ കിട്ടി, GST അടച്ച്, ടാക്സ് അടച്ച്, എല്ലാം അടച്ച് അംഗീകരിക്കുകയും ചെയ്തു. പിന്നെന്തിനാ അവരെ കേൾക്കണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ കോടതിയിൽ ഈ കാര്യം വന്നു എന്നുള്ളത് മൂന്നാമത്തെ കാര്യം. നമ്മൾ ഇതിന് മുമ്പിലത്തെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇതിപ്പോൾ പറഞ്ഞത് 73 65 കമ്പനിയിൽ KSIDCക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അത് കാരണം ഈ കമ്പനികളെയൊക്കെ കൊണ്ടുവരുമോ? വേണ്ടി വന്നാൽ വരേണ്ടി വരും. കാരണം ഞാനിത് കഴിഞ്ഞ 2 ചർച്ചയിലും പറഞ്ഞിരുന്നു, ഇത് ചെറിയൊരു അഴിമതിയല്ല. കാരണം ഇത് ജനങ്ങളുടെ കൂടി പണം പോയ കഥയാണ്. കാരണം CMRL 13.5% 14% ഷെയറുള്ള KSIDC വഴി സംസ്ഥാനത്തെ ജനങ്ങൾക്ക്, മറിയക്കുട്ടിക്കും അതുപോലെ ആത്മഹത്യ ചെയ്ത കർഷകനും കിട്ടേണ്ട പണമാണ് ഈ സംരംഭകയുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുള്ളത്.
അപ്പോൾ ആ പണം കിട്ടുവാനായിട്ട് കമ്പനി കാര്യ ബോർഡ് ചോദിച്ചപ്പോൾ മറുപടി പോലും നൽകാത്ത കമ്പനിയാണ്. അന്ന് അരുൺകുമാർ തന്നെ പറഞ്ഞു, ഞങ്ങൾ പോസ്റ്റ് കാർഡിൽ അയച്ചിട്ടുണ്ട്, ഞങ്ങൾ അതിന് മറുപടി അയച്ചിട്ടുണ്ട്, അക്നോളജ്മെന്റ് ഉണ്ടെന്ന്. ഞാൻ ചോദിച്ചു അക്നോളജ്മെന്റ് ഉണ്ടോ എന്ന്. അക്നോളജ്മെന്റും ഇല്ല, ഇതുവരെ ട്വീറ്റ് ചെയ്തിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും അഡ്വക്കേറ്റ് അരുൺകുമാർ കാണിക്ക് ആ അയച്ച അക്നോളജ്മെന്റ്. അപ്പൊ കമ്പനി ബോർഡ് ചോദിച്ചിട്ട് KSIDC മറുപടി കൊടുത്തിട്ടില്ല, മറ്റുള്ളവർ തൃപ്തികരമായ മറുപടി കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ പണം അനധികൃതമായി സംരംഭക അടിച്ചു മാറ്റി, അല്ലെങ്കിൽ കൊടുത്തതിന് KSIDC കണക്ക് പറഞ്ഞില്ല എന്നുള്ളതാണ്. സത്യത്തിൽ KSIDCയിലെ എല്ലാ ഡയറക്ടർമാരും ഉത്തരവ് പങ്കാളികളാണ്. ഇതിന് ആരൊക്കെ അവിടെ നിന്ന് ശമ്പളം മേടിച്ചിട്ടുണ്ടോ അവരെല്ലാം ഉത്തരവാദികളാണ്. കാരണം അവരെല്ലാം അവിടെ ഇരുന്നതിന് ബോർഡിൽ ഇരുന്നതിന് പണം മേടിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ഇങ്ങനെ ബന്ധപ്പെട്ടവർക്കും ഈ പ്രൊമിനന്റ് പൊളിറ്റീഷ്യൻസിന്റെ മക്കൾക്കും മറ്റു രാഷ്ട്രീയ നേതാക്കൾക്കും അമ്പലങ്ങൾക്കും പള്ളികൾക്കുമായി കൊടുത്തതെന്നറിയാമോ ശ്രീ ശിവശങ്കർ? ഞാൻ ഏതാണ്ട് കണക്കുണ്ട്, എനിക്ക് 100 കോടിയുടെ അടുത്ത് വരും. 135 കോടി വരും. ഈ 135 കോടി മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയത് എത്രയാണ്? 1.72 കോടി. ബാക്കി 133 കോടിയെ കുറിച്ച് അന്വേഷണം വേണ്ടേ? വേണം, തീർച്ചയായിട്ടും വേണം. ഞാൻ അതുകൊണ്ട് ആ 135 കോടി മാത്രമല്ല, ഇവിടെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല വരണം, നമുക്ക് അന്വേഷിക്കാം. ഞാൻ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ അരുൺ കേസ് കൊടുക്കൂ, അല്ലെങ്കിൽ ഇതെല്ലാം തൃപ്തികരമായി നടക്കണമെന്ന് ആവശ്യമുള്ള അഡ്വക്കേറ്റ് അരുൺകുമാർ കേസ് കൊടുക്കട്ടെ. തീർച്ചയായിട്ടും അന്വേഷണം പോകുമ്പോഴത്തേക്കും CMRLന്റെ ഫയൽ എടുക്കുമല്ലോ, KSIDCയുടെ എടുക്കും, എക്സ്ട്രാ ലോജിക്കിന്റെ എടുക്കും. അപ്പൊ ഈ പണം എങ്ങനെയാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംസ്ഥാന സർക്കാരിലേക്ക് ജനങ്ങൾക്ക് കിട്ടേണ്ട പണമാണെന്ന് പറഞ്ഞാൽ ഈ 130 കോടി രൂപയ്ക്കും ഉത്തരവാദിത്തം CMRലും അതുപോലെ തന്നെ ഈ KSIDCയും പറയേണ്ടി വരും. കാരണം ഈ 130 കോടിയുടെ 14% സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ടതാണ്. അപ്പൊ അതിനാണ് ഇവർ നേരത്തെ കോർപ്പറേറ്റ് ഓഫീസ് ചോദിച്ചത്, നിങ്ങൾ എന്ത് നടപടിയെടുത്തു എന്ന് ചോദിച്ചത്. അപ്പൊ ഈ കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ചതിനുള്ള ഉത്തരവാദിത്വം, ചിലവ് പെരുപ്പിച്ച് കാണിച്ചതിനുള്ള ഉത്തരവാദിത്വം അത് സംസ്ഥാന സർക്കാരിലെ ഒരു പ്രത്യേക സംരംഭകയ്ക്ക് എത്രയാണ്? അത് 1.75 കോടിയാണോ? ഈ 133-ൽ PV ആരൊക്കെയാണ്? ഇനി വേറെ വല്ല എക്സ്ട്രാ പേരുകൾ അമ്പലത്തിന്റെ പേരിട്ട് എനിക്കോ അല്ലെങ്കിൽ അരുൺകുമാറിനോ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീകുമാർ സാറിനോ കൊടുത്തിട്ടുണ്ടെങ്കിലോ? അപ്പൊ ഇതെല്ലാം അന്വേഷിക്കേണ്ടതാണ്. വെറും അവിടെ ഡയറിയിൽ പേരുള്ളതുകൊണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടോ? ചിലവർ സമ്മതിച്ചിട്ടുണ്ട്, ചിലർ സമ്മതിക്കാത്തവരുണ്ട്. പക്ഷേ എന്റെ ഒരു പ്രാഥമികമായ ചോദ്യം ഇതാണ്, ഈ തുടക്കത്തിൽ 210 അനുസരിച്ച് കമ്പനി നിയമപ്രകാരം മാത്രം അന്വേഷിച്ച ഒരു കേസ്, ഈ 3 അംഗ ROCമാരെ മാത്രം ഉൾപ്പെടുത്തി അന്വേഷിക്കാമെന്ന് കമ്പനി കാര്യ മന്ത്രാലയം തീരുമാനിച്ച കേസ് SFIയിലേക്ക് ജനുവരി മാസം 31 ആകുമ്പോഴേക്കും SFI അന്വേഷിക്കണമെന്ന് അതേ കമ്പനി കാര്യ മന്ത്രാലയത്തിന് തോന്നാനുള്ള കാരണം എന്തായിരിക്കും? ആദ്യം അങ്ങനെ തോന്നുന്നില്ല, 210 വെച്ചുള്ള അന്വേഷണം മതി എന്ന് തീരുമാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അഫയേഴ്സ് മാത്രം അന്വേഷിക്കുക, അത് SFI അന്വേഷിക്കേണ്ടതില്ല. അത് തീരുമാനിക്കുന്നത് ജനുവരി മാസം 12-ാം തീയതി മറ്റുമാണ്. പക്ഷെ 31-ാം തീയതി ആകുമ്പോഴേക്കും കാര്യങ്ങൾ മാറുന്നു. SFI തന്നെ അന്വേഷിക്കണം എന്ന് ആദ്യം അന്വേഷണം ഉത്തരവിട്ട അതേ സർക്കാർ തന്നെ, അതേ കാര്യ മന്ത്രാലയം തന്നെ തീരുമാനിക്കുന്നു. അതിനിടയിൽ ഒറ്റ കാര്യം മാത്രമേ സംഭവിച്ചുള്ളൂ, പരാതിക്കാരനായ ഷോൺ ജോർജും പിതാവ് PC ജോർജും നദിയിൽ ലയിച്ചു. അല്ല, ഞാൻ അതാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ ഒന്നും കൂടെ പറയാം. ഈ കോടതിയിലെ കേസ് വന്നപ്പോൾ ജനുവരി 30-ാം തീയതി 30-ാം തീയതിയോ 28-ാം തീയതി 29-ാം തീയതി കേസ് വന്നപ്പോൾ കോടതി 3 പ്രാവശ്യം ചോദിച്ചു, ഇതെന്തുകൊണ്ട് SFI അന്വേഷിക്കുന്നില്ല? ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പെറ്റീഷൻ വന്നപ്പോൾ എന്തുകൊണ്ട് SFI അന്വേഷിക്കുന്നില്ല എന്ന് 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ അഭിഭാഷകൻ പറഞ്ഞത് എനിക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേകിച്ച് കൺസേൺഡ് ഓഫീസറുടെ അനുവാദം വേണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല, എന്തുകൊണ്ട് അന്വേഷിക്കണോ വേണ്ടേ എന്നുള്ളത് കമ്പനി കാര്യ ബോർഡിനോട് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ അഡ്വക്കേറ്റ് തന്നെ ചോദിച്ചു, നിർബന്ധിപ്പിക്കുകയാണോ കോടതി കോടതിയോട് ചോദിച്ചൊരു ചരിത്രം ഞാൻ ശ്രീകുമാറിലേക്ക് കൂടി ഒന്ന് പോയി വരാം. ശ്രീകുമാർ, ഇന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിയന്തര പ്രമേയ ചർച്ചയെടുക്കാനുള്ള ധൈര്യം കോൺഗ്രസിന് എവിടെ നിന്ന് കിട്ടി? കാരണം ഈ CMRL കൊടുത്ത പണം അന്വേഷിച്ചു പോയാൽ ഉമ്മൻചാണ്ടിയിലേക്കും ഇബ്രാഹിം കുഞ്ഞിലേക്കും രമേശ് ചെന്നിത്തലയിലേക്കും കുഞ്ഞാലിക്കുട്ടിയിലേക്കും എല്ലാം അന്വേഷണം എത്തും. അപ്പോൾ സ്വന്തം നേതാക്കന്മാരെ കൊടുക്കാനുള്ള പാരയാണോ ഇപ്പോൾ മാത്യു കുഴൽനാടൻ എടുത്തുകൊണ്ടിരിക്കുന്നത്? ഡോക്ടർ അരുൺ, രാഷ്ട്രീയമായ ഒരു വിഡ്ഢിത്തത്തിന് UDF കോൺഗ്രസ് ഒരുങ്ങുമോ?
ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ കാലമായി കേട്ടു തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ, ഞാനത് ആവർത്തിക്കുന്നില്ല. ഈ സാങ്കേതിക പദങ്ങൾ കേട്ട് റൂളും നിയമവും കേട്ട് ജനങ്ങളും അടുത്തു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന് കൃത്യമായി ഉത്തരം നൽകേണ്ട 2 പേരോ 3 പേരോ ആണ്. അത് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടവരാണ്. അവർ വിശദീകരണം നൽകാത്രത്തോളം കാലം ഇത് രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ ആക്ഷേപമായിട്ട് മുഖ്യമന്ത്രി വിശദീകരണം നൽകിയല്ലോ. ഭാര്യ കമലയുടെ പേരിലുള്ള പെൻഷൻ ഉപയോഗിച്ച് തുടങ്ങിയ കമ്പനിയാണ്, എന്റെ കൈകൾ വിശുദ്ധമാണ്. അല്ല, കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്ന ഒരു മറുപടിയല്ല, അതൊരൊഴിഞ്ഞുമാറലാണ്. മറുപടി എന്ന് പറയേണ്ടത് ഈ ആരോപണങ്ങളെല്ലാം അക്കമിട്ട് മറുപടി കൊടുക്കുകയാണ്. ഇവിടെ ശ്രീ അരുൺകുമാർ ഒരുപാട് ഒരു അരമണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചു. പക്ഷേ ഈ അരമണിക്കൂർ സംസാരിച്ചിട്ടും എന്താണ് അതിൻ്റെ വസ്തുത എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി ആളുകൾക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇവിടെ നിന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന എന്തിനാണ്? ഇത് ചർച്ചയാവണം. ചർച്ചയാകുമ്പോൾ തീർച്ചയായിട്ടും ഭരണപക്ഷ MLA-മാർക്ക് ഈ ഉമ്മൻചാണ്ടിക്കും കുഞ്ഞാലിക്കുട്ടിക്കും രമേശിനുമെതിരെ പറയാനുള്ള അവസരം ഉണ്ടായിരുന്നല്ലോ. എന്താണ് അവർ ആ അവസരം ഉപയോഗപ്പെടുത്താതിരുന്നത് എന്താണ്? പിന്നെ ഇത്ര ഒരു അവസരം വരുന്നതല്ലേ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കാൻ പറ്റിയ ഒരു വേദി? കാരണം ഇതിനു മുമ്പ് അടിയന്തര പ്രമേയത്തെ കേരളയിൽ കൊണ്ടുവന്നപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഈ വിഷയം അവതരിപ്പിക്കുന്ന എല്ലാവരും ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ തുറന്നു പറയാനാണെന്നല്ലേ. അപ്പം ഇത് ഇന്ന് ആകാമായിരുന്നല്ലോ, പക്ഷെ ആയില്ല. പക്ഷേ ഡോക്ടർ അരുൺകുമാർ, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ ഇതുപോലെ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഈ പാർട്ടി ഇത് എവിടെ കൊണ്ടെത്തിക്കും? ഇതെങ്ങനെ അവസാനിപ്പിക്കും? ഈ പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ കേരളം ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ഒരു ഏജൻസിയാണ്. ഇന്നേ വരെ പൊതുസമൂഹം കാര്യമായി കേട്ടിട്ടില്ലാത്തൊരു ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വരുന്നത്. ഇതിവർ പറയുന്നത് എന്താണ്? വേറെ ഏജൻസികളൊക്കെ അന്വേഷിക്കുമ്പോൾ എന്തിനാണ് ഇത്? അത് രാഷ്ട്രീയ പ്രേരിതം. ഞാൻ വലിയ അഭിഭാഷകനൊന്നുമല്ല, എൻ്റെ പരിമിതമായ വായിച്ചറിവ് കൊണ്ട് ഞാൻ പറഞ്ഞത് മറ്റെല്ലാ ഏജൻസികളുടെ അന്വേഷണം ഈ SFIO അന്വേഷണം വന്നാൽ അതിന് കീഴിലാകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇവരുടെ SFIOയുടെ അന്വേഷണത്തോട് അവർ സഹകരിക്കേണ്ടത്, അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊക്കെ നിൽക്കട്ടെ, അതൊക്കെ പൊക്കോട്ടെ, അതെ ആയിക്കോട്ടെ, അതങ്ങനെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കണ്ടേ? പാർട്ടിയിൽ ഈ CPM ശക്തമായ വിഭാഗീയത നിലനിന്നിരുന്നുവെങ്കിൽ ഈ ഗതികളിലേക്ക് ഈ പാർട്ടി എത്തുമായിരുന്നില്ല. ഇപ്പോൾ എന്തൊക്കെയാണ് അവർ നടത്തുന്നത്? പ്രതിപക്ഷ നേതാവിനെ കൊടുക്കാൻ വേണ്ടി അവരൊരു കഥ കൊണ്ടുവന്നു. ഒരു പാർട്ടിയുടെ ഒരു സഹയാത്രികനായ MLA കൊണ്ടുവന്നു ഒരു കഥ മിനിങ്ങാതെ കൊണ്ടുവന്നു. ഡോക്ടർ അരുൺകുമാർ, CPIയുടെ മുഖപത്രമായ ജനയുഗം പോലും ഒരു വരി കൊടുത്തില്ല ആ ആരോപണം, ഒരു വരി കൊടുത്തില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. അതാണ് അത്രയും തരംതാണ രീതിയിലേക്ക് CPM പോവുകയാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ ആരോപണം ഉന്നയിക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? ഇന്ന് അടക്കം CPM സെക്രട്ടറി എന്താ പറയുന്നത്? പ്രതിപക്ഷ നേതാവ് പറയണ്ടേ അത് പൊതുവായിട്ട് നിയമസഭയ്ക്ക് പുറത്തുന്നയിക്കണം എന്ന് പറഞ്ഞാൽ അപ്പം അതിന് അർത്ഥം എന്താണ്? ഇതൊരു ചർച്ചയാക്കി കൊണ്ടുവരിക, അതിന് സൗകര്യമില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, പാർട്ടിയുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്രയും വലിയ പരിഗണന ഈ പാർട്ടി കൊടുക്കുന്നത്? ഇതിനു മുമ്പ് ഒരുപാട് നേതാക്കൾ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നല്ലോ. ഇത്രയും സീരിയസ് ആയ ഗൗരവതരമായ ഒരു വിഷയമുണ്ടായിട്ട് ആ വിഷയത്തിൽ പാർട്ടിയല്ലേ ഇവർക്ക് പ്രതിരോധം തീർക്കുന്നത്? ഈ പാർട്ടിക്ക് എന്താണ് ഒരു കുടുംബത്തോട് ഇത്ര താല്പര്യം? മുഖ്യമന്ത്രിയുടെ മകൾ 1.72 ലക്ഷം കോടി രൂപ 1.72 കോടി രൂപ വാങ്ങിയതാണോ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു പ്രശ്നമായി താങ്കൾ കണക്കാക്കുന്നത്? അതല്ല കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും ഇബ്രാഹിം കുഞ്ഞും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ പണം വാങ്ങിയതാണോ ഗുരുതരമായ ഒരു കുറ്റകൃത്യമായി താങ്കൾ കണക്കാക്കുന്നത്? വ്യക്തമായിട്ട് അവരത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ഞങ്ങൾ സംഭാവന വാങ്ങിച്ചിട്ടുണ്ടാകും. മതി, അത് നിങ്ങൾ വിശദമായ അന്വേഷണത്തിന് ചോദ്യം ചെയ്യാം. പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഒരു ഭാഗം കൂടി അങ്ങ് കേൾക്കൂ. എന്തിനാണ് ഈ പണം കൊടുത്തത് എന്നാണ്. These payments were being made to functionaries. എന്തിനാണ്? ഈ കമ്പനി ഹിൻഡർ ഇല്ലാതെ നടത്താൻ, തടസ്സങ്ങളില്ലാതെ. എന്തിനാണ്? Due to that, we receive large number of threats to obstruct our business or to hinder smooth functioning of our day-to-day activities. മലിനീകരണം നടത്തുന്ന ഒരു കമ്പനിക്ക് അവരുടെ പ്രവർത്തനം വളരെ കൃത്യമായി നടത്തിക്കൊണ്ടുപോകാൻ, സുഗമമായി നടത്തിക്കൊണ്ടുപോകാനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാനാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പണം കൊടുത്തത് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ അർത്ഥം? മലിനീകരണം ഉണ്ടാക്കുന്ന കമ്പനിക്ക് പ്രവർത്തിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തടസ്സമുണ്ടാവരുത്. നല്ല വ്യക്തമായ ഭാഷയിൽ പറഞ്ഞാൽ കൈക്കൂലി. രമേശ് ചെന്നിത്തലയ്ക്ക് പണം കൊടുത്തു എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എന്തായാലും അവർ രാഷ്ട്രീയ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞിനും ഉമ്മൻചാണ്ടിക്കും ഈ പണം കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിം കുഞ്ഞിനും പണം കൊടുത്തിട്ടുണ്ട്, രേഖയിലുണ്ട്.
അല്ല ഡോക്ടർ അരുൺ, താങ്കൾ ഈ പേരുകൾ ആവർത്തിച്ചതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലെ പേരുകളൊന്നും അവസാനിക്കുന്നില്ല. അത് മനസ്സിലാക്കൂ. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അന്വേഷിക്കട്ടെ. 90 കോടി രൂപയോളം വിവിധ നേതാക്കന്മാർ വിവിധ സമയങ്ങളിൽ കൈപ്പറ്റി. എന്തിനു വേണ്ടി? സർക്കാരിന്റെ ആനുകൂല്യത്തിനു വേണ്ടി, മലിനീകരണം നടത്താനുള്ള ഇടമൊരുക്കി കൊടുക്കാൻ വേണ്ടി, പൊതുജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി. അതൊരു കേസല്ലേ? അപ്പോൾ അരുൺകുമാർ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അന്വേഷിക്കട്ടെന്നേ, അങ്ങനെ എല്ലാം അന്വേഷിക്കട്ടെ. ഇതിലിപ്പോൾ ആര് ശുദ്ധരാണെങ്കിൽ ശുദ്ധരല്ലെന്ന് അവർ തെളിയിക്കട്ടെ. ഞങ്ങൾ ശുദ്ധരാണെന്ന് അവർ തെളിയിക്കട്ടെ. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അവർ കൈമലർത്തി കാണിക്കട്ടെ. അത്ര എനിക്ക് പറയാനുള്ളൂ. അതാണ് എല്ലാം അന്വേഷിക്കണം. പക്ഷേ ഇവിടുത്തെ വിഷയം ഒരു മിനിറ്റ് രാഷ്ട്രീയ പ്രതിരോധം തീർത്തു നിൽക്കും എന്നതാണ്. എല്ലാം പുറത്തു വരേണ്ടതല്ലേ? ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ബാക്ക്. അരുൺകുമാർ, നേരത്തെ ശ്രീകുമാർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി, ഒപ്പം തന്നെ ശിവശങ്കർ പറഞ്ഞ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ. അതിലൊന്ന്, ഈ അന്വേഷണത്തിന്റെ വേളയിൽ തന്നെ കോടതിയുടെ ട്രയലിന്റെ ഇടയിൽ തന്നെ കോടതി ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ SFOയുടെ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ട് മറുപടി നൽകാം എന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഏതെങ്കിലും തരത്തിലൊരു BJPയുടെ രാഷ്ട്രീയ പ്രേരിതമായ കേസ് എന്ന നിലയിൽ ജനപക്ഷം BJPയിൽ ലയിച്ചതിനു ശേഷം ഉണ്ടാവുന്നൊരു കാര്യമല്ല. അതിനു മുമ്പ് തന്നെ കോടതിയുടെ പരിഗണനയിലിരുന്ന വിഷയമാണ്. 2, എല്ലാം തുറന്ന് ചർച്ച ചെയ്യുന്നതിൽ എന്തിനാണ് ഭരണപക്ഷത്തിന് മടി? അതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. മടിയിൽ കനമില്ലെങ്കിൽ എല്ലാം തുറന്ന് ചർച്ച ചെയ്തു കൂടെ? ആദ്യം രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം. താങ്കൾ ആദ്യം നിരവധി തവണ എന്നോട് ചോദിച്ചു, LDF കൊണ്ടുവന്ന ഇന്ന് UDF കൊണ്ടുവന്ന ശ്രീ മാത്യു കുഴൽനാടൻ അവതരിപ്പിച്ച പ്രമേയത്തിന് അത് ട്രൈബ്യൂണലിലോ കമ്മീഷനിലോ പെൻഡിംഗ് നിൽക്കുന്ന റൂൾ 53 വിഘാതമാണെന്ന് പറഞ്ഞ് അവതരണ അനുമതി നിഷേധിച്ചു, അല്ലെങ്കിൽ അത് തള്ളിക്കളഞ്ഞു. അതുപോലെ തന്നെ കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചു എന്നാണ്. അതെന്തുകൊണ്ട് അനുവദിച്ചു എന്ന് താങ്കൾ ചോദിച്ചു. കേന്ദ്രത്തിനെതിരായിട്ടുള്ള പ്രമേയം, ആ പ്രമേയം കേന്ദ്രത്തിനെതിരെ എന്ന രൂപത്തിലല്ല, ഒരു പൊതു താല്പര്യമുള്ള വിഷയം അത് മന്ത്രിമാർക്കും MLA-മാർക്കും റൂൾ 118 പ്രകാരം അവതരിപ്പിക്കാം നിയമസഭയിൽ. 116, 117, 118 എല്ലാം പ്രമേയങ്ങളെ സംബന്ധിച്ചാണ്. അത് അടിയന്തര പ്രമേയമല്ല. ആ ഏതെങ്കിലും താല്പര്യമുള്ള ഒരു വിഷയം അത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ മന്ത്രിമാർക്കും MLA-മാർക്കുള്ള അധികാരത്തിൽ അത് കോടതിയിൽ നിലനിൽക്കുന്ന കേസിന്റെ സബ്ജക്ട് മാറ്ററിന് വിരുദ്ധമാകും. ആ ഒരു ബാർ അതിൽ പറഞ്ഞിട്ടില്ല. അത് 53ഉം 118ഉം വായിച്ചാൽ താങ്കൾക്ക് വ്യക്തമാകും. വ്യക്തമായി തന്നെ പറയുന്നുണ്ട് നോ മോഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. 133 റൂൾസ് ഓഫ് പ്രൊസീജിയറിന്റെ 133 കൂടി ഒന്ന് വായിച്ചു നോക്കൂ. അതിൽ തടസ്സമുണ്ട് സൂക്ഷ്മമായി വിലയിരുത്തിയാൽ. എന്റെ മുന്നിലുണ്ട്. ഇല്ല, പൊതു താല്പര്യമുള്ള വിഷയം. ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമം ഞാൻ ചോദിച്ചോട്ടെ. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ 100 കണക്കിന് കേസ് നിൽക്കുമ്പോഴല്ലേ ഈ കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് പൗരത്വ ഭേദഗതി നിയമത്തിന് പ്രമേയം പാസാക്കിയത്? ഈ ജുഡീഷ്യറിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെങ്കിലും നിലവിൽ പൊതു താല്പര്യമുണ്ടെങ്കിൽ ചർച്ച ചെയ്യണം. അപ്പോൾ പൊതു താല്പര്യമുണ്ടെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ ഭരണപക്ഷത്തിന് ബോധ്യപ്പെടുന്നില്ല. ഇത് പൊതു താല്പര്യമുള്ള വിഷയമാണെന്നേ. അതുകൊണ്ടല്ലേ ഈ പരാതി തന്നെ ഷോൺ ജോർജ് ഉയർത്തുന്നത്. എന്താണ് അതിലെ പൊതു താല്പര്യം? KSIDCക്ക് 13.4% നിക്ഷേപമുണ്ട്, ഓഹരി നിക്ഷേപമുണ്ട് CMRL. ആ CMRL വലിയ നഷ്ടം വരുത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കടക്കം പണം കൊടുത്തുകൊണ്ട്. അതന്വേഷിക്കുകയാണ്. അപ്പോൾ അതിലൊരു പൊതു താല്പര്യമില്ലേ? എങ്ങനെയാണ് പൊതു താല്പര്യമില്ലെന്ന് പറയാൻ കഴിയുക? കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഇപ്പൊ 12-ാം തീയതി കേരളത്തിന്റെ ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്ന വിഷയം ഇത് ശരിക്കും പറഞ്ഞാൽ 53 റൂൾ 53ഉം റൂൾ 116 മുതൽ 118 വരെയും താങ്കൾ എടുത്തു വായിച്ചു നോക്കിയാൽ താങ്കളുടെ സംശയം ഇന്ന് തന്നെ പരിഹരിക്കപ്പെടും. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ BJPയുടെ പ്രതിനിധി പറഞ്ഞത് ഞാനൊന്ന് ചോദിച്ചോട്ടെ, താങ്കൾ എന്റെ ഈ ആർഗ്യുമെന്റിന് എന്താണ് മറുപടി? ഇതിൽ 112മായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തണം എന്നൊരു പ്രയർ ആ റിട്ട് പെറ്റീഷനിൽ ഇല്ലായിരുന്നുവെന്നും ഇതിൽ ആകെ ഉണ്ടായിരുന്ന പ്രയർ 210 പ്രകാരം അന്വേഷണം നടത്തണം എന്നായിരുന്നുവെന്നും അത് കേന്ദ്രം അനുവദിച്ചുവെന്നും അത് ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നല്ലെന്നും ഹൈക്കോടതിയിൽ ആ കേസ് വന്ന് അതിന്റെ പരിഗണനാ ഘട്ടത്തിൽ തന്നെ അത് കേന്ദ്രം അനുവദിച്ചോടുകൂടി ആ കേസ് തന്നെ എല്ലാ പ്രയറും അനുവദിച്ചെന്നും അതിനുശേഷം രണ്ടാമത് 212 പ്രകാരമുള്ള അന്വേഷണം വേണമെന്നുള്ള ഒരു അമെന്റ്മെന്റ് വന്നപ്പോൾ അത് അലൗ ചെയ്ത്
ആ അമെന്റ്മെന്റ് അലവ് ചെയ്തതിനു ശേഷം കേന്ദ്രത്തിന്റെ വിശദീകരണം തേടിയതാണ് എന്ന് ഞാൻ പറഞ്ഞതിൽ താങ്കൾ മറുപടി പറഞ്ഞില്ലല്ലോ. പിന്നെ ഒരു നിമിഷം, വാദത്തിന്റെ പി. ആർ. പക്ഷേ എന്ത് ശിവശങ്കർ, അത് അന്വേഷിക്കാൻ വ്യക്തമാണ്. പാടില്ലേ എന്ന് അതായത് കോടതി പി. ആർ. ചോദിച്ചു. ശിവശങ്കർ, അത് തിരിച്ചു സാങ്കേതികമായ ചോദിച്ചതല്ല. വിഷയമാണെങ്കിൽ കൂടി അതിനൊരു വ്യക്തത വരുത്തി പോകണം. 210 പ്രകാരമുള്ള അന്വേഷണമല്ലേ ഇന്ന് BJP-യിൽ ചേർന്നിരിക്കുന്ന ഷോൺ ജോർജ് അന്ന് ആവശ്യപ്പെട്ടിരുന്നത്? അതെ, അപ്പോൾ 212 അന്വേഷണം എങ്ങനെ വന്നു? ഒന്ന്, ഈ ഒരു വിഷയത്തിൽ രണ്ടാമത് ആവശ്യപ്പെട്ടു. അത് കോടതിയാണല്ലോ നിശ്ചയിക്കുന്നത്. ഈ അന്വേഷണം വേണോ, അദ്ദേഹം ആ കോടതിയിൽ അന്വേഷണം വരുമ്പോൾ ആ കക്ഷിക്ക് ആ ഒരു അന്വേഷണം കൂടി വേണമെന്നുള്ള പ്രത്യേക ആവശ്യം വരുമ്പോൾ അത് വേണമോ വേണ്ടോ എന്ന് നിശ്ചയിക്കുന്നത് ഞാനോ അഡ്വക്കേറ്റ് അരുൺകുമാറാണോ? അതെങ്കിലും ആ അനുവാദമെങ്കിലും ആ പാവപ്പെട്ട ജഡ്ജിക്ക് കൊടുക്കൂ. അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരുന്ന കേസിൽ കേസ് അന്വേഷിക്കുകയാണ്. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു, അത് ചർച്ച ചെയ്യാൻ എന്തുകൊണ്ട് ഭയം ഈ ഭരണപക്ഷത്തിന് എന്നുള്ളതാണ് ആവർത്തിച്ചുള്ള ചോദ്യം. മാത്രമല്ല, അതിൽ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ സാങ്കേതികമായ ഒട്ടേറെ കാര്യങ്ങൾ ROC പറയുന്നു. അതിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേര് കൂടി ഉൾപ്പെടുന്നു. അവിടെയാണ് ഈ ആക്ഷേപം ഉണ്ടാവുന്നത്. അരുൺകുമാർ, ആയിക്കോട്ടെ, ഇപ്പോ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഏത് തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കാം. ആ അന്വേഷണം ശരിക്കും സമൻസ് അയച്ചോ വിളിച്ചു വരുത്തിയോ തെളിവെടുക്കുകയും ചെയ്യാം. ആ അന്വേഷണത്തോട് സഹകരിക്കുന്ന നിലപാടാണ് ഇവിടെ സ്വീകരിക്കുക. ഒരന്വേഷണത്തെയും അതിനോട് സഹകരിക്കാത്ത നിലപാട് സ്വീകരിക്കില്ല. പക്ഷെ ആ അന്വേഷണത്തിലേക്ക് വന്ന വഴിയാണ് ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നത് കൃത്യമായി പറഞ്ഞാൽ 12/6/2023 അതിനുശേഷം 7 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സെക്ഷൻ 210 പ്രകാരമുള്ള അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. ആ അന്വേഷണം അങ്ങ് നടക്കട്ടെ. 4 മാസം സമയം കൊടുത്തതല്ലേ, 3 രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ ചുമതലപ്പെടുത്തിയതല്ലേ. ഒരു 17 ദിവസം കഴിഞ്ഞപ്പോ പറ്റീഷണർ BJP ചേർന്നപ്പോ വേറൊരു ഏജൻസി, ഏതും ഏജൻസി വന്നോട്ടെ, ഞങ്ങൾക്ക് അതിലൊരു സംശയമില്ല. ഡോക്ടർ അരുൺ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, കോൺഗ്രസിന്റെ സ്വതന്ത്ര പ്രതിനിധി എന്ന രൂപത്തിൽ പങ്കെടുക്കുന്ന കോൺഗ്രസുകാരോട് ഒറ്റ കാര്യം, 135 കോടി രൂപ ആ കമ്പനി കൊടുത്തു എന്നത് അവർ പറയുന്നു. അതിൽ 1.72 കോടി 3 വർഷം നടത്തിയ സേവനം, അതെന്തു ആയിക്കോട്ടെ, അതുമാത്രം അന്വേഷണം നടത്തുക. 10-90 കോടി രൂപ വേറെ രാഷ്ട്രീയക്കാർ ഞങ്ങൾ വാങ്ങിച്ചു എന്ന് പറയുന്നു. 20,000 രൂപയെ തെരഞ്ഞെടുപ്പ് നിയമപ്രകാരം മേടിക്കാൻ പറ്റൂ. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്ന കണക്ക് വേണം. അതിൽ കൂടുതൽ മേടിച്ചു, അതൊന്നും അന്വേഷണമില്ല. ബാക്കിയൊക്കെ അന്വേഷണം പോകട്ടെ. ഈ 1.72 കോടിയിൽ എത്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉമ്മൻചാണ്ടിയോ ഇബ്രാഹിം കുഞ്ഞോ രമേശ് കുഞ്ഞാലിക്കുട്ടിയോ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ LDF സർക്കാരിന് എന്താ ബുദ്ധിമുട്ട്? ആ അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ല, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ അന്വേഷണം വന്ന വഴി, അതിന്റെ രീതി, അതിൽ ചർച്ച ചെയ്യപ്പെടുന്നതും കേന്ദ്രീകരിക്കപ്പെടുന്നതുമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ, അത് ഞങ്ങൾ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ഈ അന്വേഷണം ഏതൊരു തരത്തിൽ പോകട്ടെ, മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞു. അന്വേഷണത്തോട് സഹകരിക്കും. ഞങ്ങൾ ആ സമയം എല്ലാ ഘട്ടത്തിലും സഹകരിച്ചിട്ടുണ്ട്. ചോദിച്ചപ്പോഴല്ലേ സഹകരിച്ചോളൂ. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ചർച്ചകളും അതിന്റെ തെളിവെടുപ്പ് നടക്കുമ്പോൾ ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല, ഒരു തരത്തിലും സമൻസ് വിട്ടിട്ടില്ല. അതുകൊണ്ട് അന്വേഷണം നടന്നോട്ടെ, അന്വേഷണത്തോട് സഹകരിക്കും. പക്ഷേ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് കുറെ ഭാഗം അന്വേഷിക്കാൻ പാടില്ല. കാരണം അത് ഞങ്ങൾ സമ്മതിച്ചതാണ്, കിട്ടിയെന്ന് സമ്മതിച്ചു, അതുകൊണ്ട് അത് അന്വേഷിക്കാൻ പാടില്ല സ്പെസിഫിക്കായി ചോദിച്ചു. അന്വേഷിക്കാൻ പാടില്ല എന്ന നിലപാട് കോൺഗ്രസ് എടുത്തിട്ടില്ല. അതൊക്കെ അന്വേഷിക്കട്ടെ. കാരണം ടാക്സ് ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ ടാക്സ് ക്ലെയിം ചെയ്യണമെങ്കിൽ റിസീപ്റ്റിൽ ഉണ്ടാവണം. അതായിരിക്കും കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. ഇല്ല, താങ്കൾ ഇടയ്ക്ക് ചോദിച്ചു കോൺഗ്രസിന്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ അക്ഷരമുള്ള പേരെഴുതിയിരിക്കുന്നവർ, അവരെ കുറിച്ചിട്ടായിട്ടുള്ള അന്വേഷണം വരണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അപ്പൊ ഇതിലെ പെറ്റീഷൻ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയോട് 50 സെന്റ് സ്ഥലം ഗവൺമെന്റ് ഭൂമി വന്ന് തന്നെ ചേർന്നാണല്ലോ. അതുപോലെ ED കണ്ടുകെട്ടിയ തൃപ്പൂണിത്തുറ MLA-യുടെ 150 കോടി രൂപയുടെ തെളിവുണ്ട് എന്ന് ഒരാൾ പറയുന്നു. സർക്കാർ പുറമ്പോക്കിലേക്ക് ഒരു മതിലും വന്ന് ഇപ്പൊ വന്നു. തെളിവുണ്ട് എന്ന് അൻവർ MLA കൃത്യമായി പറയുന്നു. അതൊന്നും ചർച്ചയായിട്ടൊന്നുമല്ല. നടക്കട്ടെ, ഏത് തരത്തിലും അന്വേഷണം പുറത്തു വരട്ടെ. ഏത് മത്സ്യവണ്ടി കൃത്യമായി ഏത് മത്സ്യവണ്ടി വരട്ടെ. ഏത് സതീശൻ നിഷേധിച്ചു. ഏത് സ്ഥലം ഡോക്ടർ അരുൺ നിഷേധിക്കാനുള്ള വേണ്ട ആരോപണത്തിന് നിഷേധിക്കാനെങ്കിലും ഒരു മെറിറ്റ് വേണ്ടേ അരുൺകുമാർ? തെളിവ് ഹാജരാക്കാൻ പറഞ്ഞോ? അല്ലല്ല, ഇന്ന് ആ ശരീരഭാഷ ഒന്ന് കണ്ടാൽ മതി.
അദ്ദേഹത്തിന്റെ അല്ല, പത്രസമ്മേളനം നടത്തുമ്പോൾ തെളിവുകൾ ശരീരഭാഷ ഒന്ന് പൊതുസമൂഹത്തിന് കണ്ടാൽ മതി. മുന്നിൽ ഹാജരാക്കാൻ അരുൺ എന്താണ് നിയമസഭയിൽ PV വെക്കാൻ തടസ്സം? ആരായാലും പറയില്ലേ? എന്താണ് പി വി അൻവറിന്റെ തടസ്സം? അത് വരും നിയമസഭയ്ക്കുള്ളിൽ വരും, വരട്ടെ. അല്ല, ഡോക്ടർ അരുൺ അല്ല, വെറുതെ സമയം നിയമസഭയ്ക്കുള്ളിൽ കളയരുത്. നിയമസഭയ്ക്കുള്ളിൽ ഞാൻ വരട്ടെ. പറയട്ടെ. അല്ല 2025 ആന ഇറങ്ങുന്നത് ഇപ്പോഴേ നമ്മൾ തൊണ്ടി വാങ്ങിക്കാൻ പോകണം. ആന വരട്ടെ, നമുക്ക് തൊണ്ടി വാങ്ങിക്കാം. പി ആർ ശിവശങ്കർ, ഒരു നിമിഷം. പി ആർ ശിവശങ്കർ, അരുൺ ചോദിച്ചിട്ടുണ്ടല്ലോ, ഈ ഇടതുപക്ഷം ഈ അന്വേഷണം സ്വാഗതം ചെയ്യുന്നു, പക്ഷേ ഈ കേസ് വന്ന വഴി മാത്രമാണ് പ്രശ്നം എന്നാണ് അരുൺ. അല്ല അരുൺ, നിങ്ങൾ അഡ്വക്കേറ്റ് അരുണിന് നിങ്ങൾ വേണ്ടതിലധികം സമയം കൊടുത്തു. ഈ ചർച്ച വിളിച്ചിട്ട് ഒരാളോട് മാത്രം ചോദിക്കാനാണെങ്കിൽ എന്തിനാണ് എന്നെയും ശ്രീകുമാർ സാറിനെയൊക്കെ വിളിച്ചു വരുത്തിയത്? ഇത് ശരിയല്ല, പൂർണ്ണമായിട്ട് ശരിയല്ല. ഞാൻ എതിർക്കുന്നു. രണ്ട്, ഇവിടെ തൃപ്പൂണിത്തുറ MLA-യുടെ സ്ഥലം ED കണ്ടുകെട്ടുമ്പോൾ അത് ED നല്ലത്, അത് ശരിയുമാണ് അഡ്വക്കേറ്റ് അരുൺകുമാറിന്. മൂന്നാമത്തെ കാര്യം, അഡ്വക്കേറ്റ് അരുൺകുമാർ നിരന്തരം ഇപ്പൊ ED-യുടെ 0.5% മാത്രമാണ് കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ ഏത് കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്? ഞാനൊരു കണക്ക് പറഞ്ഞു തരാം. ED-ക്ക് 95% കൺവിക്ഷൻ റേറ്റ്. കാരണം അവർ പുറത്തേക്ക് കൊണ്ടുവന്ന കേസുകളുടെ അല്ല, കേസ് കോടതി തീർപ്പാക്കിയപ്പോൾ അതിൽ ഇപ്പൊ 100 കേസ് ഉണ്ടെങ്കിൽ അതിൽ 10 എണ്ണം തീർപ്പാക്കിയെങ്കിൽ 9 എണ്ണവും ED-ക്ക് അനുകൂലമായി തീർപ്പാക്കി. നിങ്ങളെടുത്തത് 100-ൽ എത്ര എണ്ണം തീർപ്പാക്കി എന്നുള്ളതിന്റെ പെർസെന്റേജ് ആണ്. ഇങ്ങനെ ജനങ്ങളെ എത്ര നാള് ഈ നുണ പറഞ്ഞ് നിങ്ങൾ CPM ചെയ്യും? നിങ്ങളൊരു അഡ്വക്കേറ്റ് അല്ലേ, നിങ്ങളൊരു ചെറുപ്പക്കാരനല്ലേ, കൃത്യമായ കണക്ക് പറയൂ. രണ്ട്, നിങ്ങൾക്ക് KSIDC അന്വേഷണം നടത്തിയപ്പോ KSIDC നിങ്ങൾക്ക് കൃത്യമായ കണക്ക് കൊടുത്തോ? ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോ? തിരിച്ചൊരു ചെയ്തോ? അപ്പൊ സംസ്ഥാനത്തെ ഒരു പ്രത്യേക ആവശ്യം പറയുമ്പോൾ കോർപ്പറേറ്റ് സെൻട്രൽ ഗവൺമെന്റ് 17 വർഷം കൊണ്ട് 5400 കേസുകളാണ് ED ഫയൽ ചെയ്തത്. നേരെ പറയുകയാണ്, നിങ്ങൾ മറുപടി പറയാൻ അംഗീകരിക്കാൻ പഠിക്കുക. PR ശിവശങ്കർ 5400 കേസുകളാണ് ED ഫയൽ ചെയ്തത്. 17 വർഷം ശിക്ഷിച്ചത് 23 എണ്ണം. അപ്പൊ എത്ര കേസ് പൂർണ്ണമായി നടപ്പിലാക്കി? അതാണ് കാര്യം. കൺവിക്ഷൻ വിധി പറഞ്ഞു സർ, കേസെടുക്കും. നിങ്ങൾ ചാർജ് ഷീറ്റ് കൊടുത്ത് കോടതി കേസ് പൂർത്തിയാക്കൂല. എത്രണ്ണം വിധി പറഞ്ഞു? അതാണ് ചോദ്യം. വിധി എത്രണ്ണം പറഞ്ഞു? അതെ, വിധി പറയാനോ തെളിവ് കൊടുക്കാനോ വഴിയില്ല. കൺവിക്ഷൻ റേറ്റ്, വിധി പറയാത്ത കേസിന്റെ കൺവിക്ഷൻ റേറ്റ് എങ്ങനെയാണ് ഡോക്ടർ അരുൺ നിങ്ങൾ കൂട്ടറ? 17 വർഷമായി. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. 17 വർഷമോ 17 വർഷം കൊണ്ട് അതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട മനുഷ്യർക്ക് ആര് നഷ്ടപരിഹാരം കൊടുക്കും? ഈ 99.5% ആളുകൾക്ക് ആര് നീതി കൊടുക്കും? അത് വേറെ കാര്യം. അത് വേറെ കാര്യം. അങ്ങനെയാണെങ്കിൽ എല്ലാ കോടതിയിലെയും എല്ലാ അന്വേഷണങ്ങളും 1 വർഷത്തിനകം നിയമം ഉണ്ടാക്കണം. 1 വർഷത്തിനകം എല്ലാ കേസുകളും നടപ്പിലാക്കി അവസാനിപ്പിക്കണമെന്ന്. പക്ഷേ അതൊന്നും അന്വേഷണത്തെ തടയുന്നതിന് പറയുമ്പോൾ അതിനെ അഡ്വക്കേറ്റ് അരുണും ഡോക്ടർ അരുണും കൂടി ഇതിനെ ന്യായീകരിക്കുന്നതാണ് തെറ്റ്. ഞാൻ ന്യായീകരിച്ചിട്ടൊന്നുമില്ല. താങ്കൾ എന്തർത്ഥത്തിലാണ് ഞാൻ ന്യായീകരിച്ചെന്ന് പറയുന്നത്? ഈ കേസിൽ എവിടെയാണ് എന്റെ ചോദ്യത്തിൽ ഞാൻ ഈ ഇടപാടിനെ ന്യായീകരിച്ചതായി താങ്കൾ കണ്ടത്? എന്റെ ഒറ്റ കൺസേണേ ഉള്ളൂ, ഇത് എല്ലാ രാഷ്ട്രീയ നേതാക്കളിലേക്കും ഈ അന്വേഷണം പോകണം. സമയം കിട്ടിയില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞങ്ങൾക്ക് സമയം നിങ്ങൾ ഈ നിരന്തരം ചോദിക്കുമ്പോൾ അദ്ദേഹം നൽകുന്ന ഈ മുറി ഉത്തരങ്ങൾ, തെറ്റായ ഉത്തരങ്ങൾ, അതിനെ കൺവിക്ട് ചെയ്യാൻ ഞങ്ങൾക്കും അവകാശമുണ്ട്. ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. അതെ, അത് തീർച്ചയായും നമുക്കത് വീണ്ടും ഉണ്ടല്ലോ. ഈ കേസ് പരിഗണിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. 8 മാസം ഉണ്ടല്ലോ, ദീർഘമായ കാലയളവാണല്ലോ FSI അനുവദിച്ചിരിക്കുന്നത്. ആ കാലയളവിനുള്ളിൽ സെറ്റിൽമെന്റ് ആയില്ലെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അഡ്വക്കേറ്റ് K. സനൽകുമാർ, N. ശ്രീകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ഒപ്പം ഷോൺ ജോർജിനും. Debate with Arun Kumar.